നമസ്കാരം. ഇന്ന് നമ്മൾ ഈ മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അതായത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടഫാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്ന, എന്നാൽ പക്ക സിമ്പിളായിട്ട് ആൻസർ കാണാനും പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ ഈ റാങ്കിങ്, അതുപോലെ തന്നെ കാലണ്ടറിലൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. ഇത്തരം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ടഫാണെന്ന് പൊതുവെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് അതിൽ ഷോർട്ട് കട്ട് മെത്തേഡ്സിനൊക്കെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സോ ഫസ്റ്റ് നമുക്കൊരു കാലണ്ടർ പ്രോബ്ലം എടുക്കാം. ഞാൻ മുൻകൂട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു റഫായിട്ട് നമുക്ക് തുടങ്ങാം. സോ ഏകദേശം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. 2073 എന്ന് പറയുന്നത് 2073നോട് സെയിം ആയിട്ടുള്ള ഇയർ ഏതാ വരിക വേറെ? നമ്മുടെ ക്വസ്റ്റ്യൻ, അതായത് 2073 എന്ന് പറയുന്ന ഒരു വർഷം തരും. ഈ വർഷത്തിനോട് സെയിം ആയിട്ട് നിൽക്കുന്ന ഇയർ ഏതാണോ എന്നാണ് ചോദിക്കുക. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു വർഷം തരും, എന്നിട്ട് അതിനോട് സിമിലർ ആയിട്ടുള്ള ഇയർ ഏതാണ്, ഒരു 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യാം, ഈ തന്ന വർഷത്തിലെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. ഇവിടുത്തെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 73 വന്നു, ലാസ്റ്റ് 2 ഡിജിറ്റ് അത് ഡിവൈഡഡ് ബൈ 4. ലാസ്റ്റ് 2 ഡിജിറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 73/4 വരും. എത്ര സോൾവ് ചെയ്യാം? 7 1 പോവും, ബാക്കി 4. 7 4 പോയ എത്ര? ബാക്കി അവിടെ 3 വന്നു, 3 അവിടെ പിന്നെയും വരും. എത്രയായിരിക്കും? 31 4 എന്ന് പറയുമ്പോൾ 4 20, 6 4 24, 7 4 28, 7 4 32 അല്ലേ? 8 വരും, 32, ബാക്കി റിമൈൻഡർ 1. ഇപ്പോൾ അവിടെ സ്റ്റക്കായി. എനിക്ക് പോയിന്റ് ഇട്ട് വേണം സോൾവ് ചെയ്യേണ്ട. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ലാസ്റ്റ് പോർഷൻ ഡിവൈഡ് ബൈ 4 ചെയ്യുക. എന്നിട്ട് റിമൈൻഡർ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക. റിമൈൻഡർ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കേട്ടോ. അതുകൂടി പറയാം, നമ്മളൊരു വർഷം തന്നിട്ട് സിമിലർ ആയിട്ടുള്ള ഇയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരിക. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലാസ്റ്റ് പോർഷൻ, ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മൾ എടുക്കുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക. എന്നിട്ട് എത്രയാണ് റിമൈൻഡർ നോക്കുക. റിമൈൻഡർ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 ആഡ് ചെയ്യണം, ഇയറിൻ്റെ ഒപ്പം 6 ആഡ് ചെയ്യുക. റിമൈൻഡർ 2ഓ 3ഓ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 11 ആഡ് ചെയ്യണം. ഇനി അല്ല റിമൈൻഡർ 0 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ 28 ആഡ് ചെയ്യണം. ഈ പോയിന്റ്സ് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. സെയിം ഇയർ ചോദിക്കുമ്പോൾ, അതായത് ഒന്നുമില്ല, തന്ന ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക, കിട്ടുന്ന റിമൈൻഡർ നോക്കുക. റിമൈൻഡർ 1 ആണെന്നുണ്ടെങ്കിൽ ഇയറിൻ്റെ ഒപ്പം 6 ആഡ് ചെയ്യുക. റിമൈൻഡർ 2ഓ 3ഓ ആണെന്നുണ്ടെങ്കിൽ ഇയറിൻ്റെ ഒപ്പം 11 ആഡ് ചെയ്യുക. റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ 28 ആഡ് ചെയ്യുക. ഈ പറയുന്ന 4 എണ്ണം അല്ലാണ്ട് വേറെ റിമൈൻഡേഴ്സ് വരില്ല കേട്ടോ. നിങ്ങൾ ഏത് കലണ്ടർ ഇയറേഴ്സ് എടുത്ത് നോക്കാം, ഈ പറയുന്ന 1 2 3 0 ഇതല്ലാണ്ട് ഒരു റിമൈൻഡർ ഏത് ഇയർ എടുത്താലും നമുക്ക് വരില്ല. സോ ഇത് കാണാപ്പാടം പഠിച്ചു വയ്ക്കുക. അപ്പം ഇവിടെ ഏതാവും വരിക? ഇവിടുത്തെ ഇപ്പോൾ ഇയർ എന്ന് പറയുന്നത് 2073 ആണ്. എത്രയാണ് നമ്മുടെ റിമൈൻഡർ? 1 ആണ്. സോ എന്ത് ആഡ് ചെയ്യണം? +6 ആഡ് ചെയ്യണം. 73 മാറെന്ന് പറയുമ്പോൾ 79 വരും. സോ 2079 ആണ് ഇവിടുത്തെ ഉത്തരം വരിക. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഒന്നുമില്ല, ഒരു ഇയർ തന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ട് ഏതാണെങ്കിലും സെയിം കാലണ്ടർ ഇയർ ആണ് ചോദിക്കുക. സെയിം കാലണ്ടർ ഇയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ആ തന്ന ഇയറിലെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക, കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് നോക്കുക. ആ റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ 28 ആഡ് ചെയ്യുക, ഇയറിൻ്റെ ഒപ്പം 28 ആഡ് ചെയ്യുക. 1 ആണെന്നുണ്ടെങ്കിൽ ആ ഇയറിൻ്റെ ഒപ്പം 6 ആഡ് ചെയ്യുക. 2ഓ 3ഓ ആണെന്നുണ്ടെങ്കിൽ 11 ആഡ് ചെയ്യുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു റിമൈൻഡർ അവിടെ വരില്ല. 0 1 2 3 ഈ 4 റിമൈൻഡേഴ്സ് മാത്രമേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിൽ വരുള്ളൂ. ആ കിട്ടുന്ന ഈ റിമൈൻഡർ അനുസരിച്ച് ഏതാണോ നമ്പർ വരിക, നമ്പർ ഇയറിലോ ആഡ് ചെയ്യുക, നമ്മുടെ ആൻസർ കിട്ടും. സിമ്പിളല്ലേ? സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഇവിടെ താഴത്തേക്ക് സ്ഥലം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, താഴത്തേക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റാങ്കിങ് എന്നൊരു ക്വസ്റ്റ്യൻ എടുക്കാം. അടുത്ത നമ്മുടെ റാങ്കിങ് എന്നൊരു ക്വസ്റ്റ്യൻ എങ്ങനെ കോമൺ ആയിട്ട് എടുക്കുക? എ എന്ന് പറയുന്ന വ്യക്തി ഫ്രം ടോപ്പ് എന്ന് ഇപ്പോൾ എത്ര പൊസിഷൻ കൊടുക്കണ്ടേ? ഫ്രം ടോപ്പ് എന്ന് ഇപ്പോൾ നമുക്കൊരു 12th പൊസിഷൻ കൊടുക്കാം. അതേപോലെ ബി എന്ന് പറയുന്ന വ്യക്തി ഫ്രം ബോട്ടം നമുക്ക് എടുക്കാം. ബി ഒന്നിന് ബി കേട്ടോ. ബി ഫ്രം ബോട്ടം നമുക്ക് എടുക്കാം. ഒരു നമ്പർ ഇപ്പോൾ എത്ര എടുക്കേണ്ടത്? 7 എടുക്കാം. സോ എ എന്ന് പറയുന്നത് ഫ്രം ടോപ്പ് 12th ആണ്. ബി എന്ന് പറയുന്നത് ഫ്രം ബോട്ടം 7 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് എത്രയാണ്? അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് എത്രയാണെന്നാണ് ചോദ്യം.
എ എന്ന് പറയുന്നത് ഫ്രം ദ ടോപ്പ് 12th ആണ്, ബി എന്ന് പറയുന്നത് ഫ്രം ബോട്ടം 7 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. ഞാനത് തീരെ അറിയാത്ത കുറച്ച് വ്യക്തികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ് ഏതാണെന്നുള്ളത് കമൻറ്റിൽ അറിയിച്ച് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ടഫുള്ള ടോപ്പിക് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളൂ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യും, ഫ്രം ദ ടോപ്പ് അതേപോലെ പ്ലസ് ഫ്രം ദ ബോട്ടം. ഓക്കെ, ഞാൻ താഴെ എഴുതുന്നുണ്ട്. ഫ്രം ദ ബോട്ടം -1. ഫ്രം ദ ടോപ്പ് ഫ്രം ദ ബോട്ടം -1. അതായത് ഫ്രം ദ ടോപ്പ് എന്ന് എത്രയാണ് 12 ആണ്, പ്ലസ് ഫ്രം ദ ബോട്ടം എത്രയാണ് 7 ആണ്, -1. അതായത് 12 + 7 -1 വരും. 12 7 എത്രയാണ് 10 7 17 18 19 19 -1 വരും. 19 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. റാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി പറയാം. എ എന്ന് പറയുന്നത് ഫ്രം ദ ടോപ്പ് 12th പൊസിഷനിലാണ്, ബി എന്ന് പറയുന്നത് ഫ്രം ദ ബോട്ടം 7th പൊസിഷനിലാണ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്. ഇവിടെ നമ്മൾ എയും ബിയും ഒന്നും എടുക്കണ്ട, സിമ്പിളായിട്ട് എന്ത് നോക്കുക, ഫ്രം ദ ടോപ്പ് നിന്ന് എത്രയാണ് എടുക്കുക, പ്ലസ് ഫ്രം ദ ബോട്ടം നിന്ന് എത്രയാണ് എടുക്കുക, -1. ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടും. സിമ്പിളാണ്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ കുറച്ച് ടഫാണ് എന്ന് ഉപയോഗിക്കും. അങ്ങനെ വിചാരിക്കരുത്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി ഒരു മിനിറ്റ് ഞാൻ ഇറേസ് ചെയ്യട്ടെ, താഴേക്ക് സാധനം കാണുന്നില്ല. പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പോകുന്നില്ലേ? ഇതിലൊക്കെ പോർഷൻസ് നിങ്ങൾക്ക് പക്കാ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടെ, നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കുമേ. ഓക്കെ, ഇത്ര സ്ഥലം മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഏകദേശം ഇപ്പോൾ എന്തെടുക്കാം, നമുക്ക് ആവറേജിൻ്റെ കേസ് എടുക്കാം അല്ലേ. എന്താണ് പെണ്ണ് വർക്ക് ചെയ്യുന്നില്ലല്ലോ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടോ. പിന്നെന്തോ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് എ ആണ്. ഫൈൻഡ് ദ ആവറേജ് ഓഫ് first 60 multiples of 8. നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 60 multiples of 8. എന്തേ ഉള്ളൂ, 8ൻ്റെ 60 മൾട്ടിപ്പിൾസ് എടുക്കുക. ഫസ്റ്റ് എന്നുള്ള 60 മൾട്ടിപ്പിൾസ് എടുക്കുക, അതിൻ്റെ ആവറേജ് കാണും. സിമ്പിളായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 60 വരെയുള്ള എല്ലാ 8ൻ്റെ മൾട്ടിപ്പിൾസ്, 8ൻ്റെ 60 മൾട്ടിപ്പിൾസ് എടുക്കുക, ഒക്കെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എത്ര നമ്പേഴ്സിൽ ഇത് ചെയ്യുക. അങ്ങനെയാണ് നമ്മളത് ഫോർമലായിട്ട് ചെയ്യുക. ബട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ മൾട്ടിപ്പിൾ എടുക്കുക. ഫസ്റ്റത്തെ മൾട്ടിപ്പിൾ എത്രയാണ് 8ൻ്റെ 8 തന്നെയാണ് അല്ലേ. ഏതൊരു നമ്പറിന് ഫസ്റ്റ് മൾട്ടിപ്പിൾ തന്നെ വരും. പ്ലസ് 60ാമത്തെ മൾട്ടിപ്പിൾ എത്രയാണ് എന്നുള്ളത്. 60ാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 8 × 60. സോ 8 + 8 × 60 എത്രയും വരിക, 6 8 48. സോ 480 ഡിവൈഡഡ് ബൈ 2. സോ 480 8 എന്ന് പറയുമ്പോൾ 488 ഹരിക്കണം 2 എന്ന് പറയുമ്പോൾ പകുതി വരും. 244 ഇതിൻ്റെ ആവറേജ് വരിക. സിമ്പിളായിട്ട് പോയി കണ്ടെത്താം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിക്കുക. ആവറേജ് ഓഫ് ഫസ്റ്റ് 60 multiples of 8. ഇങ്ങനെ ഇതിന് ഫസ്റ്റ് 60 multiples ഫസ്റ്റ് 50 multiples ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൾട്ടിപ്പിൾ എടുക്കുക, ലാസ്റ്റ് മൾട്ടിപ്പിൾ എടുക്കുക, ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക, ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. സിമ്പിളാണ്. ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ 8ൻ്റെ അത് 8 തന്നെ വരും. ദെൻ 60ാമത്തെ മൾട്ടിപ്പിൾ, അതായത് 8 × 60 എത്ര വെച്ചാൽ അതെടുക്കും, അത് ഡിവൈഡഡ് ബൈ 2 വരും. സോ നമുക്കിവിടെ 480 8 ആണ് വന്നത്, 488 ആയിരിക്കണം 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 244. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫാണെന്നൊക്കെ തോന്നാം, ബട്ട് പക്ക സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ മുന്നകൂട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കാണ്ട് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു തോന്നേ ഉള്ളൂ. കണ്ടൻറ്റൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും മാക്സിമം നിങ്ങളുടെ നെറ്റ് എക്സാമിന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഈ ഒരു ചാനൽ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നെറ്റ് എക്സാമിന് പേപ്പർ 1 കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റാണ് ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാറ്.
വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ, നമ്മൾ പരിഗണിക്കുന്നുണ്ടാവുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ്